ഹായ്, സംതൃപ്തിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ധാരാളം ഔഷധ ഗുണമുള്ള മത്തൻ്റെ ഇലയും പൂവും കൊണ്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ കാൽസ്യം, പൊട്ടാസ്യം, മിനറൽസ് എന്നിവയൊക്കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് മത്തൻ്റെ ഇല. എല്ല് തേയ്മാനം കുറയ്ക്കാനും അപസ്മാര രോഗത്തിനും ഷുഗർ കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് സഹായിക്കും. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മത്തൻ്റെ ഇലയും പൂവൊക്കെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. അതേ പൂവൊക്കെ നന്നായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ മത്തൻ്റെ ചെറിയ ഇല നോക്കി വേണം വലിച്ചെടുക്കാൻ. അപ്പോൾ വലിയ ഇലയൊക്കെ ആകുമ്പോൾ മൂത്ത ഇല കുറച്ച് ഇങ്ങനെ ഹാർഡായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ചെറിയ ഇലയായിരിക്കണം പറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ കാന്താരി മുളകാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാന്താരി മുളക് ഉള്ളതുകൊണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ 3-4 മുളക് ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് ഇലയും പൂവൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ കല്ലുപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ പൂവിൻ്റെ മുകൾ ഭാഗത്തുള്ള ഈ സാധനമൊക്കെ നമുക്കൊന്ന് കളയാം. പൂവും ഇലയൊക്കെ വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് 2-3 ഒക്കെ എടുക്കാം. കുറച്ച് തേങ്ങ ചിരകിയതും കൂടി എടുക്കാം. വെളുത്തുള്ളി വേണ്ടവർ അതുകൂടി ചേർത്തോളൂ. ഇതെല്ലാം കൂടി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അരയ്ക്കരുത്. അപ്പോൾ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു പാൻ ചൂടായ ശേഷം നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇലയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ എല്ല് തേയ്മാനം കുറയ്ക്കാനും അപസ്മാര രോഗത്തിന് വരെ ഇത് വളരെ ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യാനും BP കുറയ്ക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കും ഇത് വളരെ ഉത്തമമാണ്. ഇപ്പോൾ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. താങ്ക്